ചാപ്റ്റർ 25 ബോലി. NIOSന്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ബുക്ക് 1 അവസാനത്തെ പാഠമാണ് ബോലി. ഇത് എക്സാമിനേഷന് പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമുക്ക് നോക്കാം. ബോലി എന്ന ഈ പാഠം ഇതൊരു ചെറുകഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയത് KA അബ്ബാസ് ആണ്. ഖ്വാജ അഹമ്മദ് അബ്ബാസ് എന്ന അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാം. അദ്ദേഹം ഒരു പ്രശസ്ത ഫിലിം ഡയറക്ടറും സ്ക്രീൻ റൈറ്റർ, തിരക്കഥാകൃത്തും നോവലിസ്റ്റും ഒക്കെയാണ്. ഒരു കാലഘട്ടത്തില് ഒത്തിരി ഹിന്ദി മൂവീസ് ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടൊക്കെ ഉണ്ട്. എന്തായാലും ഇദ്ദേഹം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തില് അന്നത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട് വലിയ ബന്ധം, ഇന്ദിരാഗാന്ധിയൊക്കെ ആയിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്ന ഒരു സിനിമാക്കാരനും കൂടിയായിരുന്നു. എന്തായാലും ബോലി ഈസ് എ ടിപ്പിക്കൽ ഇന്ത്യൻ ഷോർട്ട് സ്റ്റോറി. ഒരു ഇന്ത്യൻ പതിവ് ചെറുകഥ നമ്മുടെ ഒരു മാതൃകാ കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് ബോലി എന്ന ഈ കഥയെ കുറിച്ച് പറയാം. ഡെപിക്റ്റിംഗ് ദ ഫേറ്റ് ഓഫ് ആൻ ഇന്ത്യൻ വില്ലേജ് ഗേൾ. എന്താണ് ഡെപിക്റ്റിംഗ്? ചിത്രീകരിക്കുന്ന. ഡെപിക്റ്റിംഗ് ദ ഫേറ്റ് എന്താണ്? വിധി. ഓഫ് ആൻ ഇന്ത്യൻ വില്ലേജ് ഗേൾ, ഒരു ഇന്ത്യൻ ഗ്രാമീണ പെൺകുട്ടിയുടെ വിധി ചിത്രീകരിക്കുന്ന ഒരു ചെറുകഥയാണ്. ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു ചെറുകഥ, ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഷോർട്ട് സ്റ്റോറി. ആ പെൺകുട്ടിയുടെ പേര് ഹെർ നെയിം വാസ് സുലേഖ. സുലേഖ എന്നാ ഒറിജിനൽ പേര്. എന്നിട്ട് വീട്ടുകാരൊക്കെ അവളെ വിളിക്കുന്ന പേര് ബോലി. അതാണ് ആ കഥാപാത്രത്തിന്റെ പേര് കൂടിയാണ് ബോലി. വെൻ ഷി വാസ് 10 months old. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 10 മാസം പ്രായമുള്ളപ്പോൾ ഷി ഹാഡ് എ ഫോളൻ ഓഫ് ദ കോട്ട്. സിയോട്ടി കോട്ട് എന്താണ്? കട്ടില്. അവള് കട്ടിലുമേന്ന് വീണായിരുന്നു. ആൻഡ് സം പാർട്ട് ഓഫ് ഹെർ ബ്രെയിൻ ഗോട്ട് ഡാമേജ്ഡ്. അവളുടെ തലച്ചോറിന്റെ കുറച്ചു ഭാഗം തകരാറ് സംഭവിച്ചു, വീഴ്ചയില്ല. സം പാർട്ട് ഓഫ് ഹെർ ബ്രെയിൻ ഗോട്ട് ഡാമേജ്. ദസ് അപ്രകാരം ഷി റിമെയിൻഡ് ആസ് എ ബാക്ക്വേർഡ് ചൈൽഡ്. അവള് ഒരു ബാക്ക്വേർഡ് ചൈൽഡായി അവിടെ അവശേഷിച്ചു. കഥ തുടങ്ങുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ്. അവളുടെ അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ട് രാംലാൽ എന്നാണ് അച്ഛന്റെ പേര്. രാംലാൽ വാസ് എ പ്രോസ്പെറസ് ഫാമർ. ഒരു അഭിവൃദ്ധിയുള്ള, പ്രോസ്പെറസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഭിവൃദ്ധിയുള്ള, സമൃദ്ധിയുള്ള ഒരു കർഷകനായിരുന്നു രാംലാൽ. ഫോർ ബീയിങ് എ സിമ്പിൾട്ടൺ എവരിബഡി കോൾഡ് ഹെർ ബോലി. അവൾ ഇങ്ങനെ ഒരു സിമ്പിൾട്ടൺ ആയതുകൊണ്ട്. എന്താണ് സിമ്പിൾട്ടൺ? ഒരു നാടൻ പ്രയോഗം എന്നൊക്കെ നമ്മൾ പറയും. സിമ്പിൾട്ടൺ എന്നത് സത്യത്തിൽ ഒരു ഫൂളിഷ് പേഴ്സൺ എന്നുള്ളതിന് ഒരു ലോക്കലായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയിലെ പ്രയോഗമാണ് സിമ്പിൾട്ടൺ എന്ന്. ഓക്കെ, ഒരു ബുദ്ധി കുറവുള്ള മണ്ടിപ്പെണ്ണ് എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ബോലി ബാലി ലടുക്കി, ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത പെൺകുട്ടി എന്ന അർത്ഥത്തിൽ ബോലി എന്നവളെ പറഞ്ഞു പോകുന്നത്. എന്തോ ആവട്ടെ, നമ്മുടെ ഈ സുലേഖ എന്ന് പറയുന്ന ബോലി, സുലേഖ എന്ന ഒറിജിനൽ പേരുള്ള ബോലി, ലിറ്റിൽ സുലേഖ കുഡ് നോട്ട് സ്പീക്ക് ടിൽ ദ ഏജ് ഓഫ് 5. 5 വയസ്സ് വരെ അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 10 മാസം പ്രായമുള്ളപ്പോൾ കട്ടിൽമേന്ന് വീണു, തലച്ചോറിന് കേടുപറ്റി. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അവൾക്ക് ഒരു പ്രശ്നം സംഭവിച്ചത് എന്താണ്? അവൾക്ക് ഒരു സ്മോൾ പോക്സ് എന്ന അസുഖം പിടിപെട്ടു 2 വയസ്സുള്ളപ്പോൾ. ഓക്കെ, ആ സ്മോൾ പോക്സ് കൊണ്ട് കറുത്ത, വളരെ കറുപ്പുള്ള വടുപ്പാടുകൾ ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തും വന്നു. എൻറ്റയർ ബോഡി മുഴുവൻ ഭാഗത്തിലും ബ്ലാക്ക് പോക്ക് മാർക്സ് വന്നു. വെൻ അറ്റ് ലാസ്റ്റ് ഷീ ലേൺഡ് ടു സ്പീക്ക്. വിക്കലും വന്നു. സ്റ്റാമറിങ് എന്ന് പറഞ്ഞാൽ വിക്കലാണ്. സ്റ്റാമറിങ് സംഭവിച്ചു. വെൻ അറ്റ്ലീസ്റ്റ് ഷീ ലേൺഡ് ടു സ്പീക്ക്. അവൾ സംസാരിക്കാൻ കഷ്ടിച്ചൊന്ന് പഠിച്ചു വന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഷീ സ്റ്റാമേർഡ്. അവൾക്ക് സ്റ്റാമറിങ് ഉണ്ടായി, വിക്കലുണ്ടായി. വാക്കുകൾ മുറിഞ്ഞു പോകും. കോൺഫിഡൻസ് ഇല്ലാത്ത, ആത്മവിശ്വാസക്കുറവുള്ള ആ പെൺകുട്ടി അങ്ങനെ സംസാരിക്കുമ്പോൾ അവൾക്ക് തുടർന്ന് സംസാരിക്കാതെ മുറിഞ്ഞു പോയി വാക്കുകൾ. അറ്റ് ബർത്ത്, ജനിച്ചപ്പോൾ ഷി വാസ് വെരി ഫെയർ ആൻഡ് പ്രെട്ടി എന്ന് പാഠത്തിൽ പറയുന്നുണ്ട്. സുന്ദരിയായിരുന്നു, നല്ല വെളുത്ത പെൺകുട്ടിയായിരുന്നു. പ്രെട്ടി ആയിരുന്നു, ഭംഗിയുള്ളവളായിരുന്നു. പ്രെട്ടി ഭംഗിയുള്ള, ഫെയർ വെളുത്ത. ഓക്കെ, വെൻ ഷി വാസ് 2 years old, 2 വയസ്സുള്ളപ്പോൾ ഷി ഹാഡ് ആൻ അറ്റാക്ക് ഓഫ് സ്മോൾ പോക്സ്. അവൾക്ക് സ്മോൾ പോക്സ് രോഗബാധയുണ്ടായി. ഷി ഹാഡ് പോക്ക് മാർക്സ് ഓൺ ഹെർ ഫേസ്. അവളുടെ മുഖത്ത് കറുത്ത വടുപ്പാടുകൾ ഉണ്ടായി. ഷി വാസ് എ ലാഫിംഗ് സ്റ്റോക്ക് ഫോർ എവ്രി വൺ. എല്ലാവർക്കും അവള് ഒരു പരിഹാസപാത്രം ആയി മാറി എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് ബോലിയുടെ ഒരു ഇമേജ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു ചോദ്യം പറയട്ടെ. വാട്ട് വാസ് ദ റിയൽ നെയിം ഓഫ് ബോലി? ബോലിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? സുലേഖ. ഹൂ റോട്ട് ദ ഷോർട്ട് സ്റ്റോറി ബോലി? ബോലി എന്ന കഥ എഴുതിയത് ആരാണ്? KA അബ്ബാസ്.
വാട്ട് വാസ് ദ ട്രാജഡി ദാറ്റ് ഹാപ്പൻ ടു ബോലി വെൻ ഷി വാസ് 10 months ഓൾഡ്? ബോലിക്ക് 10 മാസം പ്രായമുള്ളപ്പോൾ സംഭവിച്ച ദുരന്തം എന്നാണ്. വെൻ ഷി വാസ് 10 months ഓൾഡ്, അവൾക്ക് 10 മാസം പ്രായമുള്ളപ്പോൾ, ഷി വാസ് 10 months ഓൾഡ്, അവൾക്ക് 10 മാസം പ്രായമുള്ളപ്പോൾ ഷീ ഹാഡ് ഫാളൻ ഓഫ് ദ കോട്ട്, അവൾ കട്ടിലുമേന്ന് വീണായിരുന്നു. ആൻഡ് സം പാർട്ട് ഓഫ് ഹെർ ബ്രെയിൻ ഗോട്ട് ഡാമേജ്ഡ്, അവളുടെ തലച്ചോറിന്റെ കുറച്ച് ഭാഗത്തിന് തകരാർ സംഭവിച്ചു. അടുത്ത ചോദ്യം അല്ലെ, അറ്റ് വാട്ട് ഏജ് ഡിഡ് ബോലി ഹാഡ് ആൻ അറ്റാക്ക് ഓഫ് സ്മോൾ പോക്സ്? എത്ര വയസ്സിലാണ് ബോലിക്ക് സ്മോൾ പോക്സ് രോഗബാധയുണ്ടായത് അല്ലെ? അപ്പൊ ബാധ ഉണ്ടാവുക, അറ്റാക്ക് എന്ന് പറഞ്ഞാൽ രോഗം ബാധിക്കുന്നതിനെയൊക്കെയാണ് അറ്റാക്ക് അല്ലെ. എന്തിന്റെ അറ്റാക്ക് ഉണ്ടായത്? സ്മോൾ പോക്സിന്റെ അറ്റാക്ക് ഉണ്ടായത്. അറ്റ് ദ ഏജ് ഓഫ് 2, 2 വയസ്സുള്ളപ്പോഴാണ് ബോലിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത്. സ്മോൾ പോക്സ്, കറുത്ത വടുപ്പാടുകൾ കൊണ്ട്, ബ്ലാക്ക് പോക്ക് മാർക്സ് കൊണ്ട് അവരുടെ എൻറ്റയർ ബോഡി, എന്താ എൻറ്റയർ ബോഡി എന്ന് പറഞ്ഞാൽ മുഴുവൻ ശരീരവും ഡിസ്ഫിഗേർഡ് ആയി എന്ന് പറഞ്ഞാൽ വിരൂപമായി, അഗ്ലി ഫേസ്ഡ് ആയി മാറി എന്നർത്ഥം. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഹെർ ഫാദർ രാംലാൽ വാസ് എ നമ്പർദാർ. അവിടെ അച്ഛൻ രാംലാൽ ആരായിരുന്നു? ഒരു നമ്പർദാർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗവൺമെന്റിന് അയൽപക്കത്തുള്ള കുറെ കർഷകരുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു ചെറിയ ഉദ്യോഗസ്ഥൻ, ബ്രിട്ടീഷ് ഗവൺമെന്റ് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞാലും തിരക്കേടില്ല. കർഷകനാണ്, ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ജോലിയും കൂടി ബ്രിട്ടീഷ് ഗവൺമെന്റ് അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹി ഹാഡ് 3 sons and 4 daughters. 3 ആൺപിള്ളേര് 4 പെൺമക്കളും ഉണ്ടായിരുന്നു അയാൾക്ക്. ബോലി വാസ് ദ യങ്ങസ്റ്റ് ഓഫ് ഓൾ, അവരിൽ ഏറ്റവും ഇളയവളായിരുന്നു ബോലി. ബോലി വാസ് ദ യങ്ങസ്റ്റ് ഓഫ് ഓൾ. രാംലാൽ ഓൾവേസ് വറീഡ് അബൌട്ട് ബോലി. രാംലാൽ എപ്പോഴും ബോലിയെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നു. ഫോർ ഹിം, അയാളെ സംബന്ധിച്ച് ഇറ്റ് സീംഡ് ഇമ്പോസിബിൾ ടു മാരി ഹെർ ഓഫ് വിത്ത് ഹെർ അഗ്ലി ഫേസ് ആൻഡ് ഡം മൈൻഡ്. ബോലി ഇങ്ങനെ വിരൂപമുഖമുള്ള, അഗ്ലി ഫേസ് ഉള്ള, ഡം മൈൻഡ് ഉള്ള, എന്താണ് ഡം മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതെ, ഒരു വിമൂഖമായ മനസ്ഥിതി ഉള്ള, എല്ലാത്തിനോടും പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവമുള്ള ഒരു ഉമ്മപ്പെണ്ണെന്നൊക്കെ പറയാം. അതേപോലത്തെ ഒരു മാനസികാവസ്ഥയിൽ ഈ പെൺകുട്ടീനെ എങ്ങനെയാണ് നാളെ ഒരു കാലത്ത് ഒരു ചെറുക്കൻ വിവാഹം കഴിക്കാൻ വരിക? ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ മുഖവും സൗന്ദര്യവും ഒക്കെ പ്രധാനമാണ് അവളുടെ വിവാഹത്തിൽ. തീർച്ചയായിട്ടും ഇത്രയും അഗ്ലി ഫേസുള്ള തൻ്റെ മകളെ, ബോലിയെ, ഏറ്റവും ഇളയ മകളെ ബോലിയെ വിവാഹം കഴിക്കാൻ ആരും വരില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റു പെൺമക്കളൊക്കെ ഉണ്ട്, മംഗളയുണ്ട്, ചമ്പയുണ്ട്, രാധയുണ്ട്, അവരെയൊക്കെ വിവാഹം കഴിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഏറ്റവും ഇളയ മകളായ ബോലിയെ, വേറെ ആൺമക്കളും ഉണ്ട് അദ്ദേഹത്തിന്, ആ ബോലിയെ വിവാഹം കഴിക്കാൻ ആരും വരില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇനി കൊണ്ടേ ഒരു ദിവസം കഥയിൽ ഒരു ടേണിംഗ് പോയിന്റ് ഇവിടെയാണ്. തഹസീൽദാർ സാഹിബ് വിസിറ്റഡ് ദർ വില്ലേജ്. സാഹിബാണ് അദ്ദേഹം. ഒരു ബ്രൗൺ നിറത്തിലുള്ള കുതിരപ്പുറത്ത് അവരുടെ ഗ്രാമം സന്ദർശിച്ചു. എന്തിനാണെന്ന് അറിയാമോ? പെൺകുട്ടികൾക്കായി അവരുടെ നാട്ടിൽ ഒരു സ്കൂൾ തുടങ്ങുന്നു, അതാണ് കാര്യം. ഇറ്റ് വാസ് ടു ഇനാഗ്രേറ്റ് എ ഗേൾസ് പ്രൈമറി സ്കൂൾ. പെൺകുട്ടികൾക്ക് ഒരു പ്രൈമറി സ്കൂൾ ഇനാഗ്രേറ്റ് ചെയ്യാൻ, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഹി പെർസ്വേഡ്. എന്താണ് പെർസ്വേഡ്? പ്രേരിപ്പിക്കുക, പ്രലോഭിപ്പിക്കുക, പ്രേരിപ്പിക്കുക. രാംലാലിനെ പ്രേരിപ്പിച്ചു. എന്തിനാ? ടു സെൻഡ് ഹിസ് ഡോട്ടേഴ്സ് ടു സ്കൂൾ. രാംലാലിന്റെ പെൺമക്കളെ സ്കൂളിൽ അയക്കാൻ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ രാംലാൽസ് വൈഫ് സജസ്റ്റഡ് ടു സെൻഡ് ബോലി ടു സ്കൂൾ. പെൺകുട്ടികളെ സ്കൂളിൽ അയക്കാനായിട്ട് അവർ ഒട്ടും സമ്മതമല്ല. കാരണം എന്താണ്? പെൺകുട്ടി സ്കൂളിൽ പോയാൽ അന്നത്തെ കാലത്ത് അവളെ വിവാഹം കഴിക്കാൻ ആരും വരില്ല. അപ്പോൾ രാംലാലിന്റെ ഭാര്യ എതിർപ്പ് പ്രകടിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് എന്നെ സമ്മതിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും ബോലിനെ കെട്ടിക്കാൻ പറ്റില്ലല്ലോ, ബോലിനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ബോലിനെ അയക്കാം. അന്നൊരു സജഷൻ, ഒരു പരിഹാര മാർഗം. കാരണം തഹസീൽദാർ സാഹിബിനെ പിണക്കാനും പറ്റില്ല. എന്ത് ചെയ്യും? ഒരു പെൺകുട്ടിയെങ്കിലും പേരിന് അയക്കുകയും വേണം. അങ്ങനെ രാംലാലിന്റെ വൈഫ് സജസ്റ്റ് ചെയ്തു, നിർദ്ദേശിച്ചു ടു സെൻഡ് ബോലി ടു സ്കൂൾ. ബോലിനെ സ്കൂളിൽ അയക്കാമെന്ന്. ഓൾദോ ഷി വാസ് അഗൈൻസ്റ്റ് സെൻഡിങ് ഗേൾസ് ടു സ്കൂൾ. പെൺകുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനെതിരായിരുന്നു എന്നിട്ട് കൂടി. ബിക്കോസ് നോ ബോയ് വുഡ് മാരി സച്ച് എ ഗേൾ. അത്തരം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഒരു ആൺകുട്ടിയും തയ്യാറാവുകയില്ലായിരുന്നു. നോ ബോയ് വുഡ്, ഭാവിയിൽ ചെയ്യുക എന്നുള്ളതിനാണ് വുഡ് ഉപയോഗിക്കുന്നത് അല്ലെ. നോ ബോയ് വുഡ് മാരി സച്ച് എ ഗേൾ. ഭാവിയിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഒരാളും തയ്യാറാവുകയില്ലായിരുന്നു. നോ ബോയ് വുഡ് മാരി സച്ച് എ ഗേൾ. ഷീ റീസൺഡ് ദാറ്റ്, അവൾ വാദിച്ചു, അതായത് ആസ് ബോലി ഹാഡ് നോ ചാൻസ് ഓഫ് ഗെറ്റിംഗ് മാരീഡ്, ബോലിനെ കല്യാണം കഴിക്കുന്നതിന് യാതൊരു പോംവഴിയും ഇല്ലാത്തത് കൊണ്ട് ദർ ഇസ് നോ പ്രോബ്ലം ഇൻ സെൻഡിങ് ബോലി ടു സ്കൂൾ. ബോലിനെ സ്കൂളിൽ അയക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഇൻ ദ ബിഗിനിങ് ബോലി വാസ് ഫ്രൈറ്റൻഡ് ടു ലീവ് ഹെർ ഹൗസ്. അച്ഛൻ ബോലിനോട് വരും നമുക്ക് സ്കൂളിൽ പോകാന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവൾ പേടിച്ചു കരഞ്ഞു. അച്ഛന്റെ കയ്യിൽ നിന്നും പിടിപിടിപ്പിച്ച് അവൾ കരഞ്ഞുകൊണ്ട് ഓടി. എന്താ കാരണം? അവൾ പേടിച്ചെന്താന്ന് അറിയാം? പണ്ട് ഇതേപോലെ അച്ഛൻ അവരുടെ വീട്ടിലെ ലക്ഷ്മി പശുവിനെ കൊണ്ടുപോയി, എന്നിട്ട് വിൽക്കാൻ കൊടുത്തു. ആവശ്യമില്ലാത്ത സാധനത്തിനെ വിൽക്കാൻ കൊടുക്കുക, അങ്ങനെ ഒരു ഏർപ്പാടുണ്ടല്ലോ. തന്നെയും അവിടെ അവർക്ക് ആവശ്യമില്ല, താൻ സെക്കൻഡ് ഗ്രേഡ് മെമ്പർ ആയിട്ട് വീടിന്റെ മൂലയിൽ കഴിയുകയാണല്ലോ.
ചേച്ചിമാർക്കൊക്കെ പുതിയ ഉടുപ്പുണ്ട്. അങ്ങനെ രണ്ടാം തരക്കാരിയായ ബോലിക്ക് സ്വാഭാവികമായും ആ സംശയമുണ്ടായി തന്നെയും കൊണ്ടേ കളയാൻ പോവുകയാണോ എന്ന്. അതുകൊണ്ട് ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ ബോലി വാസ് ഫ്രൈറ്റൻഡ് ടു ലീവ് ഹെർ ഹൗസ്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കെന്ന് പറഞ്ഞു അച്ഛൻ പോകാൻ വിളിച്ചപ്പോൾ ബോലി പേടിച്ചു, ഫ്രൈറ്റൻഡ്, ഭയപ്പെട്ടു. ബട്ട് വെൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹെർ ലൈഫ്, ജീവിതത്തിൽ ആദ്യമായിട്ട്, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹെർ ലൈഫ്, അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട്, ഷീ ഗോട്ട് ബെറ്റർ ക്ലോത്ത്സ് ആൻഡ് ഹെർ ഹെയർ വാസ് വാഷ്ഡ് ആൻഡ് ഓയിൽഡ്. നല്ല വസ്ത്രങ്ങൾ ലഭിച്ചു, അവളുടെ മുടി വാഷ് ചെയ്തു, ഓയിൽ ചെയ്തു. ആൻഡ് ഫെൽറ്റ് ദാറ്റ് ഷീ വാസ് ടു വിസിറ്റ് എ ബെറ്റർ പ്ലേസ്. അയാൾക്ക് തോന്നിയത് താൻ ഒരു നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും പുതിയ വസ്ത്രങ്ങൾ ഇട്ടിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ട് പുതിയ വസ്ത്രങ്ങൾ. അവളെ മര്യാദയ്ക്ക് എണ്ണയിട്ട് ചീവി കുളിപ്പിച്ചിട്ടോ മുടി ചീവി വൃത്തിയാക്കിയിട്ടോ ഒന്നുമില്ല. അപ്പൊ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണ കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. തന്നെ ഏതോ നല്ല സ്ഥലത്തേക്കാണ് കൊണ്ടുപോകണമെന്ന് അവൾക്ക് തോന്നി. ഇൻ ദ സ്കൂൾ ഷീ മെറ്റ് എ ടീച്ചർ. സ്കൂളിൽ അവളുടെ ഒരു ടീച്ചറെ കണ്ടു. വാസ് വെരി കൈൻഡ് ആൻഡ് പൊളൈറ്റ് ടു ഹെർ. ആ ടീച്ചർ വളരെ ദയയുള്ള, വളരെ ക്ഷമയുള്ള, എളിമയുള്ള, പൊളൈറ്റ് ആയിട്ട് അവളോട് പെരുമാറി. ഇന്ന് വരെ ജീവിതത്തിൽ ആരും അവളോട് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഷീ എൻകറേജ്ഡ് ഹെർ. ടീച്ചർ അവളെ പ്രോത്സാഹിപ്പിച്ചു. എൻകറേജ്, പ്രോത്സാഹിപ്പിക്കുക. ഷീ എൻകറേജ്ഡ് ഹെർ, അവളെ ടു സ്റ്റഡി ആൻഡ് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. പഠിക്കാനും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും ടീച്ചർ അവളെ പ്രേരിപ്പിച്ചു. കോൺഫിഡൻസ് എന്താണ്? ആത്മവിശ്വാസം. ദിസ് ഫിൽഡ് ഹോപ്പ് ഇൻ ബോലി. ഇത് ബോലിയിലെ പ്രതീക്ഷ നിറച്ചു. ഹോപ്പ് എന്താണ്? പ്രതീക്ഷ. ഇൻ ബോലി. ആൻഡ് ഷീ ബിഗാൻ ടു ഗോ ടു സ്കൂൾ എവറിഡേ. പിന്നെ എല്ലാ ദിവസവും ബോലി സ്കൂളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ബോലി നല്ല കുട്ടിയായി പഠിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഇയേഴ്സ് പാസ്റ്റ് ആൻഡ് ഹെർ വില്ലേജ് അപ്ഗ്രേഡഡ് ഇൻ ടു എ സ്മോൾ ടൗൺ. അവളുടെ ഗ്രാമം ഒരു കൊച്ചു പട്ടണമായി ഉയർത്തപ്പെട്ടു. വിത്ത് സം ഫെസിലിറ്റീസ് ലൈക്ക് എ കോട്ടൺ മിൽ. അവിടെ ചില സൗകര്യങ്ങളും വന്നു. ഒരു കോട്ടൺ മില്ല്, പിന്നെ സിനിമ ഹാള്, അവിടെ ഒരു തിയേറ്റർ വന്നു അല്ലെ. ആൻഡ് ദ പ്രൈമറി സ്കൂൾ ബീങ് കൺവേർട്ടഡ് ഇൻ ടു ദി സെക്കൻഡറി സ്കൂൾ, ടു എ സെക്കൻഡറി സ്കൂൾ. അവരുടെ പ്രൈമറി സ്കൂള് ഇപ്പോൾ ഒരു സെക്കൻഡറി സ്കൂളായി കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. കൊണ്ടേ ഒരു ദിവസം ബോലിസ് പാരന്റ്സ്, ബോലിയുടെ മാതാപിതാക്കള് ഡിസൈഡഡ് ടു മാരി ഹെർ ടു എ ലെയിം ഓൾഡ് മാൻ. ബോലിനെ വിവാഹം കഴിക്കാൻ ആരും വരില്ലെന്ന് വിചാരിച്ചിരിക്കുക ഒരു ആലോചന ഭാഗ്യത്തിന് വന്നു എന്ന് പറയാം. ഒരു വൃദ്ധനായ മനുഷ്യനാണ്, പക്ഷെ രണ്ടാം വിവാഹമാണ്. അയാളുടെ പേര് ബിഷംബർനാഥ്. ബോലിനെ കല്യാണം കഴിക്കാൻ അയാൾ തയ്യാറായി. അയാളൊരു ബിസിനസ്സുകാരനും കൂടിയാണ്. 2-3 കടകളുണ്ട് ടൗണിൽ അയാൾക്ക്. പിന്നെ കാലിലൊരു മുടന്തവും ഉണ്ട്. ഇത്രയും പരിമിതികളുണ്ട്. പക്ഷേ ബോലിനെ ആരും കല്യാണം കഴിക്കാൻ വരില്ല എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ ഈ ഭാര്യ മരിച്ചുപോയ ആളെ പറയുന്ന പേരെന്താണ്? വിഡോവർ. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയെ നമ്മൾ വിധവ എന്ന് പറയുമ്പോൾ, വിഭാര്യൻ എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ചുപോയ ഒരു മനുഷ്യൻ. വിഡോവർ. ആ വിഡോവർ ആണ് ഇവളെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നത്. അയാൾ ലെയിമാണ്. ലെയിം എന്ന് പറഞ്ഞാൽ കാലിന് മുടന്തുണ്ട് അല്ലെ, ഓൾഡ് മാൻ ആണ്. എന്നാലും കുഴപ്പമില്ല, ഇയാളെ കൊണ്ട് കെട്ടിക്കാം. അച്ഛനും അമ്മയും തീരുമാനിച്ചു. ബട്ട് വാസ് റിച്ച്. അയാൾ സമ്പന്നനാണ്. ആൻഡ് ഹാഡ് നോട്ട് ഡിമാൻഡഡ് എനി ഡൗറി. വേറൊരു ഗുണം അവർ കണ്ടത് എന്താണെന്നറിയോ? ഒരു സ്ത്രീധനം, ഡൗറി എന്നാണ്, DOWRY, ഡൗറി, സ്ത്രീധനം. ഡൗറി ഒന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. ഡിമാൻഡ് ചെയ്യുക, ആവശ്യപ്പെടുക. ഇത്രയും ഗുണങ്ങൾ മുന്നിൽ കണ്ടപ്പോൾ അച്ഛനും അമ്മയും പിന്നെ ഒന്നും നോക്കിയില്ല. കല്യാണം എങ്ങനെ നടത്താം? They thought it to be the best marriage proposal for their dumb daughter. തന്റെ ഊമയായ മകൾക്ക് ഏറ്റവും ഡം എന്ന് പറഞ്ഞാൽ വർത്താനം പറയാത്ത, അധികാരോട് അവള് സംസാരിക്കുന്നതായിട്ട് വീട്ടുകാർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവളെ ഡം എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ടീച്ചർ സ്കൂളിൽ അവളെ ഡെവലപ്പ് ചെയ്തതും അവളെ കൊണ്ട് സംസാരിപ്പിച്ചതും അവൾ പഠിക്കുന്നതും അവൾക്ക് സ്കൂളിൽ സഹപാഠികളോട് സംസാരിക്കാൻ കഴിയുന്നതൊന്നും വീട്ടുകാരും അറിഞ്ഞിട്ടില്ല. വീട്ടിൽ ഇപ്പോഴും അവള് എന്ത് ചെയ്യുന്നു? ഒരു സെക്കൻഡ് ഗ്രേഡ് മെമ്പറാണ്. അങ്ങനെ ഡം ഡോട്ടറെ മാരേജ് ഫിക്സ് ചെയ്തു. ഫിക്സ്ഡ് അപ്പ് ഹെർ മാരേജ് ഓൺ ദ വെഡിങ് ഡേ. വിവാഹ ദിവസത്തിൽ ദ ബ്രൈഡ് ഗ്രൂം അറൈവ്ഡ്. വരൻ വന്നു ചേർന്നു. വിത്ത് ഗ്രേറ്റ് പോം ആൻഡ് ഷോ. വലിയ ആർഭാടത്തോടും മങ്ങച്ചത്തോടും കൂടി. വിച്ച് ഫീൽഡ് രാംലാൽ വിത്ത് ജോയ്. കൊട്ടും കുരവയും വാദ്യമേളങ്ങളും വലിയ വേഷഭൂഷാദികളുമായിട്ട് വരന്റെ പേര് ബിഷംബർനാഥ്. രാംലാൽ ബോലിയുടെ അച്ഛന്റെ പേരാണല്ലോ. അദ്ദേഹം വന്നെത്തി. ദ ഗ്രൂം ഡിസ്കവേർഡ് ദാറ്റ്. ബ്രൈഡ് ഗ്രൂമിനെയാണ് ഇവിടെ ഗ്രൂം എന്ന് പറയുന്നത്. വരൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ബ്രൈഡ് ഗ്രൂം എന്നാ പറയാം. വധു എന്നുള്ളതിന് ബ്രൈഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഗ്രൂം ഡിസ്കവേർഡ് ദാറ്റ്. അപ്പോഴല്ലേ ഈ ഗ്രൂം ഒരു കാര്യം കണ്ടെത്തിയത്. എന്താണെന്ന് അറിയാമോ? ബോലി ഹാഡ് ബ്ലാക്ക് പോക്ക് മാർക്സ് ഓൺ ഹെർ ഫേസ്. ബോലിക്ക് അവളുടെ മുഖത്ത് ബ്ലാക്ക് പോക്ക് മാർക്സ് ഉണ്ട്. ആൻഡ് ഹി ഡിമാൻഡഡ് എ ഡൗറി ഇൻ റിട്ടേൺ ഫോർ മാരിങ് ഹെർ. ഇങ്ങനെയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് ഒരു ഡൗറി ആവശ്യപ്പെട്ടു. ഡിമാൻഡഡ് ആവശ്യപ്പെട്ടു. ഡൗറി സ്ത്രീധനം. ഇൻ റിട്ടേൺ പകരമായിട്ട്. ഫോർ മാരിങ് ഹെർ. ഇപ്പോൾ കഥ പ്രശ്നത്തിലെത്തുകയാണ്. ഇനി എന്തു ചെയ്യും? ബോലി കല്യാണം കഴിക്കുമോ ഇയാളെ? എന്തു സംഭവിക്കും? സ്ത്രീധനം കൊടുക്കാനുള്ള തുക ഈ പാവം മനുഷ്യന്റെ കയ്യിൽ ഉണ്ടാവുമോ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, രാംലാലിന്റെ കയ്യിൽ. രാംലാൽ നാണം കിട്ടു. കല്യാണം നടന്നില്ല. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോ.